മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച രക്ഷകനായ ദൈവപുത്രൻ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും താൻ ദൈവപുത്രനെന്ന് വിശ്വസിച്ച ജനത്തെ വിമോചിപ്പിച്ച് ദൈവരാജ്യത്തിലാക്കി. പഴയ നിയമത്തിലെ ഊമജന്തുക്കളുടെ ബലികൾക്ക് പകരം തൃത്വത്തിൽ രണ്ടാമനായ ക്രിസ്തു എന്ന ഏകരക്ഷകൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ വിശ്വാസിയെ വീണ്ടെടുത്തു. ശേഷം പഴയ നിയമ ജനതയ്ക്ക് പാലിക്കുവാൻ സാധിക്കാതെ വന്ന നിയമങ്ങളെ മോശയുടെ പുസ്തകത്തിൽ നിന്നും അടർത്തിയെടുത്ത് വിശ്വാസിയുടെ ഹൃദയമെന്ന പലകമേൽ എഴുതി. സ്വന്തം കഴിവുകൊണ്ടത് പാലിക്കുവാൻ മനുഷ്യന് സാധിക്കാത്തതുകൊണ്ട് മനുഷ്യൻ്റെ പാപം മൂലം നിർജീവമായി അവനിൽ നിലകൊണ്ട ആത്മാവിനെ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട അഥവാ നീതീകരിക്കപ്പെട്ടവരുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിച്ച് വിശുദ്ധിയിൽ വളർത്തി. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് പുറപ്പാടിലും ലേവ്യ പുസ്തകത്തിലും 1 പത്രോസ് 1:16 പറയുന്ന വചനം പോലെ വിശുദ്ധരായി തീരുമ്പോഴാണ് എഫേസ്യ ലേഖനം 5:1 പറയുന്ന ദൈവത്തെ അനുകരിക്കുവാൻ ഇടയാകുന്ന ദൈവീകരണം നമ്മിൽ സാധ്യമാകുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ അനുകരിക്കുന്ന ദൈവീകരണം നമ്മിൽ സാധ്യമാകുവാൻ അവിടുത്തെ സ്വഭാവത്തിൽ നാം ആയിത്തീരണം. കർത്താവ് നമ്മോട് പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ആ വിളി കേട്ട് വിശുദ്ധിയിലേക്ക് വളരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ വചനഭാഗം നമ്മെ വിശുദ്ധിയിലേക്ക് വളർത്തുവാൻ ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.